ഹലോ എവരിവൺ, സെറ്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുത്തുന്ന സെറ്റ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്കിന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈസ് സ്റ്റാൻഡ്സ് ഫോർ. റൈസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നുള്ളതാണ് ചോദ്യം, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ പ്രോഗ്രാം എന്താണ്, ആ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. ഗവൺമെന്റ് സ്കീം ഓപ്ഷൻസ് നോക്കിയുള്ളൂ. ഗവൺമെന്റ് സ്കീം ടു മേക്ക് 6 crore persons in rural areas across states, union territories as digitally literate, reaching around 40% of rural households by covering one member from every family. അതായത് ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെങ്കിലും കവർ ചെയ്തുകൊണ്ട് ഡിജിറ്റലി ലിറ്ററേറ്റ് ആക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഇതെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ബി നോക്കൂ. ഗവൺമെന്റ് സ്കീം വിൽ പേ thousands of rupees to government school students studying in class 5 to 12. Only girl students are included in the scheme to rise. അതായത് സ്കൂളുകളിൽ പഠിക്കുന്ന 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമായുള്ള സ്കോളർഷിപ്പ് പരിപാടി അല്ലേ, അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് റൈസ് എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ഗവൺമെന്റ് സ്കീം മെയ്ഡ് ടു റിവൈവ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആൻഡ് ബിൽഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ കൺട്രി ബൈ പ്രൊവൈഡിംഗ് ലോ കോസ്റ്റ് ഫണ്ട്സ് ഓർ ലോൺസ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ചെറുകിട വായ്പകൾ അല്ലെങ്കിൽ ബാധ്യത കുറഞ്ഞ ലോണുകൾ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകളിൽ മാറ്റം വരുത്തുകയും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുകയും ബിൽഡിങ്ങുകൾ ബിൽഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള സാമ്പത്തിക സഹായം നൽകുക എന്നുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റൈസ് എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി ഗവൺമെന്റ് സ്കീം ടു ഡിസൈൻ കരിക്കുലം ആൻഡ് ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഫോർ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് റിലീസ്ഡ് റീസെന്റ്ലി ബൈ ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. UGC ഇപ്പം നിലവിൽ പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കരിക്കുലം ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്, അതായത് നമ്മുടെ മാർക്ക് കണക്ക് കൂട്ടുന്നൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, നേരത്തെയൊക്കെ CGPA CCPA അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഇപ്പൊ നിലവിലുള്ള 4-year ഡിഗ്രി പ്രോഗ്രാമിന്റെ കരിക്കുലം ഫ്രെയിംവർക്കിൽ ഈ ക്രെഡിറ്റ് പ്രോഗ്രാമാണ് ഇത് റൈസ് എന്ന് പറയുന്നതെന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ഇതിൽ ഓപ്ഷൻ ആൻസർ സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം സർക്കാർ പദ്ധതികളാണെന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Government scheme made to revive infrastructure facilities and build education institutions across the country by providing low-cost funds or loans to educational institutions. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലുള്ള ലോണുകൾ അല്ലെങ്കിൽ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുക എന്നുള്ള പദ്ധതിയാണ് റൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് നോക്കുള്ളൂ. റീവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, ഈ ഒരു എക്സ്പാൻഷൻ നിങ്ങൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഓപ്ഷനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ചൂസ് ചെയ്യാൻ സാധിച്ചേനെ അല്ലേ. പക്ഷേ അതുകൊണ്ടാണ് അവർ റൈസ് എന്ന അതിൻ്റെ അബ്രിവിയേഷൻ മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റീവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന റൈസ് എന്ന പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലായല്ലോ. ബാക്കിയുള്ള ഓപ്ഷൻസ് അനലൈസ് ചെയ്യാം. നോക്കിയോളൂ. ഗവൺമെന്റ് സ്കീം ടു മേക്ക് 6 crore persons in rural areas across states, union territories as digitally literate, reaching around 40% of rural households by covering one member from every family. അറ്റ്ലീസ്റ്റ് ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും കവർ ചെയ്തുകൊണ്ട് 6 കോടി ജനങ്ങൾക്ക് ഡിജിറ്റലി ലിറ്ററേറ്റ് ആക്കുക എന്നുള്ള സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമാണ്. ഏത് നമ്മുടെ ഓപ്ഷൻ എയിൽ കൊടുത്തിരുന്നതാണ്. അതിൻ്റെ ഏത് പദ്ധതിയാണെന്ന് വെച്ചാൽ PMG ദിശ എന്നുള്ളതാണ്. അതിൻ്റെ ഫുൾ ഫോം നോക്കുക, പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ. അപ്പോൾ PMG ദിശ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ റൂറൽ ആയിട്ടുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകളിൽ നിന്ന് യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാരിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലിയിൽ നിന്ന് ഒരാളെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ 6 കോടി ജനങ്ങളെ ഡിജിറ്റലി ലിറ്ററേറ്റ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആസ് ഓഫ് ജനുവരി 2024 ഈ പദ്ധതി വിജയമാണ്. 6 കോടിയിൽ കവിഞ്ഞ് ആൾക്കാർ ഇതിൽ ഡിജിറ്റൽ ലിറ്ററസി നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ നിന്ന് അറിയിക്കാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കരിക്കുലം ഓപ്ഷൻ രണ്ടാമത് നമ്മുടെ ഗേൾസിന് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ കാര്യം നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്താതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ ഒരു കൃത്യമായ അല്ലെങ്കിൽ 5 to 12 വരെയുള്ള പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന
അല്ലെങ്കിൽ ധനസഹായം നൽകുന്ന ഒരു പദ്ധതി എന്നൊരു സ്പെഷ്യൽ പദ്ധതിയായിട്ട് നമുക്ക് പറയാനില്ല. ഒരുപാട് പദ്ധതികളുണ്ട് ഇതുപോലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന അല്ലെങ്കിൽ ധനസഹായം നൽകുന്ന ഒരുപാട് പദ്ധതി. സുകന്യ സമൃദ്ധി യോജന, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പദ്ധതികളുണ്ട് പെൺകുട്ടികൾക്ക് ധനസഹായം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എന്നാൽ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്കൊരു ഓപ്ഷനായിട്ട് ഇന്ന പദ്ധതിയാണെന്ന് പറയാൻ സാധിക്കില്ല, അത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത കരിക്കുലം ആൻഡ് ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം CCFUP. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ CGPA, അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ഡിഗ്രി തലത്തിലുള്ള അല്ലെങ്കിൽ UGC തലത്തിലുള്ള കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ക്രെഡിറ്റ് പ്രോഗ്രാമിങ്ങിൽ വരുത്തിയ മാറ്റമാണ്, പുതിയ പ്രോഗ്രാമിംഗ് ആണ് CCFUP എന്ന് പറയുന്നത്. കരിക്കുലം ആൻഡ് ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ഗവൺമെന്റ് സ്കീം ടു ഡിസൈൻ കരിക്കുലം ആൻഡ് ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഫോർ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് റിലീസ്ഡ് റീസെന്റ് ബൈ ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. UGC അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ UGC നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളുടെ മാർക്ക് നൽകുന്നതിൽ കൊടുക്കുന്ന ക്രെഡിറ്റ് പോയിന്റുകളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇത്, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു നോംസ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കീമാണ് എന്ന് പറയുന്നത് CCFUP എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോളൂ. കൊഗന്റ് കൺവിൻസിങ്, ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു പെയർ ഏതാണെന്നാണ് ചോദ്യം. ഈ കൊഗന്റ് കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും വേർഡ് കൺവിൻസിങ് എന്നാണ്. വിശ്വാസയോഗ്യമായത് അല്ലെങ്കിൽ സ്ഥിരമായ ദൃഢമായ വിശ്വാസം ജനിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ ഇത് ആക്ച്വലി ഇത് രണ്ട് സിനോണിംസ് ആണ്. അപ്പോൾ ഈ ഓപ്ഷൻസിന് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ കൃത്യമായ മീനിങ് ഉള്ള ഒരു ഓപ്ഷൻ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അതില്ല. എന്നാൽ ആൻസർ കീ കൊടുത്തിരിക്കുന്നത് നോൺ ചാലഞ്ച് കൺസേൺഡ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ കൃത്യമായ സിനോണിമാണെന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഉത്തരമായി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ ഉള്ളൂ, അത് ഓപ്ഷൻ ഡി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, ഇത് കൊഗന്റ് അതിൻ്റെ കൺവിൻസിങ് എന്ന് പറയുന്നത് കൃത്യമായി അതിൻ്റെ സിനോണിമാണ്, സെയിം മീനിങ് ഉള്ള വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള റീസെന്റ് ലോഞ്ച്ഡ് ഓപ്പറേഷൻ അമൃത് ഇൻ ദ സ്റ്റേറ്റ്. അതായത് കേരള സംസ്ഥാനത്തിൻ്റെ ഏത് ഡിപ്പാർട്ട്മെന്റാണ്, അതായത് ഭരണ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏത് വകുപ്പിൻ്റെയാണ് ഓപ്പറേഷൻ അമൃത് എന്ന പദ്ധതി? ഓപ്പറേഷൻ അമൃത് എന്ന പദ്ധതി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് ചോദ്യം. കേരള സർക്കാരിൻ്റെ ഏത് ഡിപ്പാർട്ട്മെന്റ്? ഓപ്ഷൻസ് നോക്കിയാൽ ടൂറിസം, ഡ്രഗ്സ് കൺട്രോൾ, ഫുഡ് സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്. അപ്പോൾ ഇതിൽ ഏത് വകുപ്പിൻ്റെയാണ് ഈ ഓപ്പറേഷൻ അമൃത് എന്ന പദ്ധതി എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ നിന്നും നമ്മൾ ഉത്തരം ചൂസ് ചെയ്യുന്നാൽ, പദ്ധതിയുടെ പേര് കണ്ടിട്ട് ചൂസ് ചെയ്യുന്നാൽ നമുക്ക് ചിലപ്പോൾ ഒന്നിലധികം ഓപ്ഷൻസ് വേണമെന്ന് തോന്നിയേക്കാം, അല്ലേ? പക്ഷേ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഡ്രഗ്സ് കൺട്രോൾ ആണ് കേട്ടോ. അതായത് മരുന്നുകളുടെ വിപണനവുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് കേട്ടോ. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്, അതാണ് അമൃത് എന്നതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്, അതാണ് അമൃത് എന്ന വേർഡിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. ഓക്കെ, പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ കേരള ഗവൺമെന്റ് ടു സ്റ്റോപ്പ് ദ ഓവർ ദ കൗണ്ടർ സെയിൽ ഓഫ് ആൻറ്റിബയോട്ടിക്സ് വിത്തൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ. കേരള സർക്കാരിൻ്റെ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം അല്ലെങ്കിൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഇറക്കിയൊരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ അനൗൺസ് ചെയ്തൊരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ അമൃത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ടു പ്രിവെന്റ് ഓവർ ദ കൗണ്ടർ സെയിൽ ഓഫ് ആൻറ്റിബയോട്ടിക്സ് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക്സുകൾ കടകളിൽ വിൽക്കുന്നതിനെതിരെ നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഏതെന്ന് പറയുന്നത് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അമൃത് എന്ന വേർഡിൻ്റെ ഫുൾ ഫോം കിട്ടിയാൽ നമ്മൾ ഈ ഓപ്ഷൻ്റെ അകത്ത് ഉത്തരം ഡയറക്റ്റ് എത്തിയേനെ, അല്ലേ? ആൻറ്റി മൈക്രോബിയൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡ്രഗ്സ് ബ്യൂറോ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലേ? അപ്പോൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നുള്ളതാണ് അമൃത് എന്ന വേർഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അമൃത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ ദ കൗണ്ടർ സെയിൽസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷനെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോളൂ. In the recent ruling, the Constitution Bench of the Supreme Court held that electoral bonds violate citizens' right to information under. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സംഭവമായിരുന്നല്ലോ ഇലക്ട്രൽ ബോണ്ടുകൾ. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസഹായം നൽകുന്നത് പൊതുവായി, അതായത് സാധാരണഗതിയിൽ നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടുകൾ നൽകുന്ന ഒരുപാട് പേര് നൽകാറുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു വ്യവസായി ഒരു സ്ഥലത്തൊരു വ്യവസായി ഉണ്ടെങ്കിൽ അയാൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എന്ത് കൊടുക്കുന്നുണ്ട്? ഫണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവരെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടി വരും പല കാര്യങ്ങളും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഫണ്ടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ വ്യവസായികളും കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡിക്കലായി, അതായത് ആരാണ് കൊടുത്തത്, എത്രയാണ് കൊടുത്തതെന്ന് കൃത്യമായി റെക്കോർഡിക്കലായിട്ട് വെച്ച ഒരു സംഭവമായിരുന്നു ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് വഴി
എന്താണ് കൂടുതൽ പണം ആര് സമ്പാദിക്കുന്നു, ആര് സ്വരൂപിക്കുന്നു, അല്ലെങ്കിൽ ആർക്കൊക്കെ എത്രയൊക്കെയാണ്, ആരൊക്കെയാണ് ഡൊണേറ്റ് ചെയ്ത്, ഇതൊക്കെ കൃത്യമായി അറിയാൻ ആർക്ക് സാധിക്കും? ഈ ഇലക്ട്രൽ ബോണ്ട് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിന് സാധിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ പ്രത്യേകത. അപ്പോൾ അതിലുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സിറ്റിസൺസ് റൈറ്റ് ടു ഇൻഫോർം, ഇതിൽ ആർക്കൊക്കെയാണ് കൂടുതൽ കൊടുത്തതെന്നുള്ള വിവരം പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. അതൊരു വലിയ കോൺട്രവേഴ്സി, അല്ലെങ്കിൽ ഒരു വലിയൊരു കോൺട്രവേഴ്സി, ഒരു വിവാദം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അനുവദിക്കപ്പെട്ട ഹർജികളിൽ ഭരണഘടനാ ബെഞ്ച് എടുത്തൊരു തീരുമാനം, അതിൻ്റെ റൂളിംഗ് പ്രകാരം ഇത് റൈറ്റ് ടു വിവരാവകാശം പൗരന്മാരുടെ ഹനിക്കുന്നു എന്ന് കോടതി കണ്ടെത്തി, അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് റൂളിംഗ് നടത്തിയത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടാണെന്നാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ ആർട്ടിക്കിൾ 18, ആർട്ടിക്കിൾ 19(1)(a), ആർട്ടിക്കിൾ 16(2), ആർട്ടിക്കിൾ 15(2) ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ആർട്ടിക്കിളിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവണം. വളരെ പ്രധാനപ്പെട്ട ഒരു മിനിമം ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ എൻഡ് വരെയുള്ളതും പിന്നീട് വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് പലതും ഇടയ്ക്കുള്ളതെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. 1 മുതൽ ഒരു 50+, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരെയുള്ളതും, അതുപോലെ പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട പല ആർട്ടിക്കിളുകളും, അതായത് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 280. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലതുമായി ബന്ധപ്പെട്ട ഗവർണറുടെ, പ്രസിഡന്റിൻ്റെ, അതുപോലെ വീറ്റോ പവർ, അതുപോലെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ളത്, അങ്ങനെയൊക്കെയുള്ള പല ആർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് മിക്സഡ് ആയിട്ടുള്ള പല ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 18, ആർട്ടിക്കിൾ 19(1)(a), ആർട്ടിക്കിൾ 16(2), ആർട്ടിക്കിൾ 15(2) എന്നിവയിൽ ഏതാണ് നമുക്ക് ഈ ഒരു കാര്യം ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 19(1)(a) ആണ് ഇതിൻ്റെ ആൻസർ. എന്താണ് 19(1)(a) എന്ന് ചോദിച്ചാൽ, ആർട്ടിക്കിൾ 18 എന്ന് പറഞ്ഞാൽ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അതായത് സർനെയിമുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബഹുമാനാർത്ഥം കൊടുക്കുന്ന ടൈറ്റിലുകളൊക്കെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതായത് ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും, അത് സ്പീച്ച്, അതായത് സംസാരിക്കാനും, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ഒരു ആശയം അല്ലെങ്കിൽ പ്രതിഷേധം ഒക്കെ രേഖപ്പെടുത്താനുള്ള ഒരു ആർട്ടിക്കിളാണ്. അതിന് സഹായം നൽകുന്ന, അല്ലെങ്കിൽ അയാളെ അനുവദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം കോൺട്രവേഴ്സിയായി മാറിയത്. ഓക്കെ, ആർട്ടിക്കിൾ 16(2) എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഫ്രം എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഓൺ റിലിജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ഡിസെന്റ്, പ്ലേസ് ഓഫ് ബർത്ത്. ഈ ആർട്ടിക്കിൾ 16, 15 ഏകദേശം സിമിലർ ആണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 15 എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പൗരനെയും ഈ പറയുന്ന ജാതി, മതം, ലിംഗം, അല്ലെങ്കിൽ വർഗം, അതുപോലെ ജനനസ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറി പ്രകാരം ആരെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 15 ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 16 ഉദ്ദേശിക്കുന്നത് ഇതേ ഡിസ്ക്രിമിനേഷൻ എംപ്ലോയ്മെന്റിൽ പാടില്ല എന്നുള്ളത്. എംപ്ലോയ്മെന്റ് പാടില്ല എന്ന് പറഞ്ഞാൽ തൊഴിലിൽ ജാതി, മത, വർഗ, വർണ്ണ, അതായത് ജന്മസ്ഥലം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിമിനേഷൻ, വിവേചനം പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. അപ്പോൾ അതിൽ എക്സെപ്ഷനാണ് നമ്മുടെ റിസർവേഷനുകളൊക്കെ, അത് ആ വകുപ്പിൽ തന്നെ എക്സെപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മാച്ച് ദ ഫോളോയിങ്. ഇതിൽ കുറേ അവാർഡ്സും അതിൽ കുറേ വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെയും പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായ ഓപ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്ത് എഴുതണം. അപ്പോൾ 1 എണ്ണം, 2 എണ്ണം, 3 എണ്ണം, 4 എണ്ണം, ഈ 4 ഓപ്ഷനുകളും കൃത്യമായി ഫില്ല് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതിൻ്റെ ഓപ്ഷൻസിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൻ്റെ ഓപ്ഷനായിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്ന എ ആണ്, പക്ഷേ എയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, പെൻ പിൻഡർ പ്രൈസ് 2023 ലഭിച്ചിരിക്കുന്നത് മൈക്കൽ റോസൻ ആൻഡ് റഹിലെ ദവൂദ് എന്ന് പറയുന്ന 2 പേർക്കാണ്. അതിൽ നമ്മുടെ ഓപ്ഷനിൽ മൈക്കൽ റോസൻ നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ പെൻ പിൻഡർ പ്രൈസ് ആക്ച്വലി മൈക്കൽ റോസൻ എ എന്ന് പറയുന്നത് 3ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയോളൂ. എലിഫന്റ് ഫാമിലി, അതുപോലെ പെൻ പിൻഡർ പ്രൈസ് 2024 നോക്കണം. അരുന്ധതി റോയ് ഇന്ത്യൻ റൈറ്റർ ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. പെൻ പിൻഡർ പ്രൈസ് 2024 ലഭിച്ചിരിക്കുന്നത് അരുന്ധതി റോയ്ക്കും അല അബ്ദൽ ഫത്താഹിനും കൂടിയാണ്. അപ്പോൾ ഈ 2 പേരെയും കൂടി ശ്രദ്ധിച്ചോണം. കാരണം 2024 പെൻ പിൻഡർ പ്രൈസ് ലഭിച്ചത് ഇവർക്കാണ്. അതിൽ തന്നെ അരുന്ധതി റോയ് ഇന്ത്യക്കാരി ആയതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എലിഫന്റ് ഫാമിലി എൻവയോൺമെന്റ് അവാർഡ് 2023 ലഭിച്ചിരിക്കുന്നത് കാർത്തികി ഗോൺസാൽവസ് ആൻഡ് ട്രക്ക് എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് ദ റിയൽ എലിഫന്റ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൽ
ആ 2 പേർക്കായിട്ടാണ് ഈ എലിഫന്റ് ഫാമിലി എൻവയോൺമെന്റൽ അവാർഡ് 2023 ലഭിച്ചിരിക്കുന്നത്. കാർത്തികി ഗോൺസാൽവസ് ആൻഡ് ട്രക്ക്. ഇതിൻ്റെ അകത്താണ് നമുക്കൊരു ഇറർ സംഭവിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ്റെ അകത്ത്. കാർത്തികി എലിഫന്റ് ഫാമിലി എൻവയോൺമെന്റൽ അവാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി B41 ആണ്. നമ്മുടെ ഓപ്ഷനിൽ B44 ആണ് കിടക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിനകത്ത് മിസ്റ്റേക്ക് ആണ്. B44 അല്ല, B41 ആണ്. കാർത്തികി ഗോൺസാൽവസിനാണ് എലിഫന്റ് ഫാമിലി എൻവയോൺമെന്റൽ അവാർഡ് 2023 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സി ഓപ്ഷനകത്ത് നൈലോൺ പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ 2023 ആണ്. അത് നോക്കാം നമുക്ക്. അത് പ്രൊഫസർ സവിത ലഡാജ്, അത് കറക്റ്റാണ്. നൈലോൺ പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ 2023 പ്രൊഫസർ സവിത ലഡാജ്. അപ്പോൾ അത് നോക്കിയ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആക്ച്വലി വരേണ്ട ഏതിനാണ്? ഓപ്ഷൻ 4ലേക്കാണ്. അപ്പോൾ ഇവിടെ B4 C1 എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അടുത്ത ഗ്രേറ്റ് അറബ് മൈൻഡ്സ് അവാർഡ് 2023 ലഭിച്ചിരിക്കുന്നത് വാസിനി ലാരഡ്ജിനാണ്. അത് അവർക്ക് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറേ പേരുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾ ഇനി മറ്റൊരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ചോദ്യത്തിൽ വേറൊരാൾ ഓപ്ഷനായിട്ട് വേണമെങ്കിൽ വരാം. ഡോക്ടർ ഹനി നജ്ം, പ്രൊഫസർ ഫാദൽ അദീബ്, പ്രൊഫസർ നിവീൻ കിഷാബ്, അതുപോലെ മുഹമ്മദ് എൽ ഇറിയാൻ, ലിന ഗോത്മ, പ്രൊഫസർ വാസിനി ലാരഡ്ജ്. ഇത്രയും പേർക്കാണ് ഗ്രേറ്റ് അറബ് മൈൻഡ്സ് അവാർഡ് 2023 ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാർത്തികി ഗോൺസാൽവസ് എന്ന് പറയുന്നത് ഓസ്കാർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ്. ദ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്ന ഡോക്യുമെന്ററിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരിയായ വ്യക്തിയാണ് കാർത്തികി ഗോൺസാൽവസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവർക്ക് തന്നെയാണ് ഇപ്പോൾ എലിഫന്റ് എന്ന വേർഡ് കൊണ്ട് നമുക്ക് അവരെ കണക്ട് ചെയ്യാം അല്ലേ. ദ എലിഫന്റ് വിസ്പറേഴ്സ് എന്നുള്ള അവരുടെ ഡോക്യുമെന്ററിയുടെ പേര്. ആ ഡോക്യുമെന്ററിക്ക് അവർക്ക് മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിരുന്നു. അപ്പോൾ എലിഫന്റ് ഫാമിലി എൻവയോൺമെന്റൽ അവാർഡ് ലഭിച്ചതും കാർത്തികി ഗോൺസാൽവസിനാണ്. ഷെയർഡാണ് ട്രക്ക് എന്ന് പറയുന്ന ഒരു ആദിവാസി ട്രൈബൽ ഗ്രൂപ്പിനുണ്ട്. ദ റിയൽ എലിഫന്റ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് കൂടിയാണ് ആ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ബാലൻസ് പോർഷനുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.